നന്ദിക്കുന്നവനെ നിന്ദിച്ചാൽ തള്ളിക്കള നരകത്തിൽ എന്നൊരു ചൊല്ലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ സഹായം ചെയ്ത ആളാണെങ്കിൽ പോലും അവരെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഓർക്കുക. കാരണം ആ സമയത്ത്, നിങ്ങളുടെ ക്രൈസിസിൻ്റെ സമയത്ത് സഹായിച്ച ആളാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് എന്ത് വേണമെങ്കിലും ചെയ്തിരിക്കും. ചിലപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് വരെ നിങ്ങൾ പോയേക്കാം. ആ സമയത്ത് നിങ്ങളെ സഹായിച്ച ഒരു മനുഷ്യനെ, അത് സ്ത്രീയോ പുരുഷനോ ആകട്ടെ, അവരോടുള്ള നന്ദി നിങ്ങളുടെ ജീവിത അവസാന കാലം വരെ ഉണ്ടാകണം. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരാണ്. നമ്മൾ വലിയ തപസ്സികളോ അങ്ങനെ സാത്വിക ഗുണങ്ങളുള്ളവരോ ആയിരിക്കണമെന്നില്ല. നമുക്ക് എല്ലാ ഇമോഷൻസും ഉണ്ടാവും. എന്നാലും കഴിയുന്നത് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാതിരിക്കുക. എന്തിനാണ് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? ഒരാളിൻ്റെ മനസ്സിനുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ആ ക്ഷതം, അയാൾ ചിലപ്പോൾ അയാളുടെ മനസ്സിനകത്ത് ഒരു മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് അയാൾ എല്ലാം അറിയുന്നത്, ദൈവത്തിലേക്കുള്ള ഒരു ഇൻടാഞ്ചിബിൾ കണക്ഷൻ. ആ കണക്ഷനിലൂടെ നമ്മൾ പറയുന്ന വാക്കുകൾ അവിടെ എത്തും. എന്തിനു വേണ്ടി? അത് അയാൾ ക്ഷമിച്ചാൽ പോലും ചിലപ്പോൾ ഭഗവാൻ ക്ഷമിക്കണമെന്നില്ല. അതുകൊണ്ട് കഴിയുന്നതും ആരെയും ഉപദ്രവിക്കാതിരിക്കുക വാക്കുകൾ കൊണ്ട്. ഈ പറയുന്ന ഞാൻ കുറേ കൺവേർഷനിലൂടെ കടന്നു വന്ന ആളാണ്. അതായത് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു. അമർഷമുണ്ടാകുമായിരുന്നു, അസൂയ ഉണ്ടാകുമായിരുന്നു. അതുപോലെ കുറച്ച് അഹങ്കാരവും മതവും മാത്സര്യവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. പക്ഷേ അത് ഞാൻ ചെയ്ത ആദ്യ പടി എന്ന് പറയുന്നത്, ഞാൻ ഒരാളിനോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അയാളോട് മോശമായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഞാൻ അയാളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കും. ഞാനാണ് അയാൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അപ്പോൾ അതെനിക്ക് എന്നെ ഹർട്ട് ചെയ്യുന്നു, എൻ്റെ മനസ്സിനെ ഹർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്ത് വന്നപ്പോൾ കുറേയൊക്കെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിഞ്ഞു. വായുടെ ഇവിടെ വരെ നമ്മുടെ വാക്കുകൾ വരുമെങ്കിലും ബാക്കി പുറത്തു വരാതെ സൂക്ഷിച്ചു. അതുപോലെ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ പോകുന്നു, ഒരു വണ്ടി നമ്മുടെ പുറത്തേക്ക് ചെളി തെറിപ്പിക്കുകയാണ്. ആ ചെളി തെറിപ്പിച്ച് അയാളെ സ്റ്റോപ്പ് ചെയ്യിച്ച് അവിടെ വേണമെങ്കിൽ നമുക്ക് കുറേ ചീത്ത പറയാം, ഇല്ലെങ്കിൽ അയാൾ തിരിച്ച് ചീത്ത പറയും. പറയുന്ന വാക്കുകൾ വല്ലാത്ത രീതിയിൽ ഹേർട്ടിങ് ആയിട്ടായിരിക്കും. ഇന്നത്തെ ജനറേഷൻ നമുക്കറിയാമല്ലോ, അവർ നമ്മൾ വല്ലാത്ത രീതിയിൽ അമ്മച്ചിക്ക് എന്ത് പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് വരാം. പക്ഷേ അതൊക്കെ നമ്മുടെ മനസ്സിനകത്ത് ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് അത് അടിഞ്ഞുകൂടും. അത് ദുർഗന്ധം വമിക്കുന്ന ആ വാക്കുകൾ മനസ്സിനകത്ത് അടിഞ്ഞുകൂടും. അത് നമ്മുടെ ഡെയിലി ലൈഫിനെ തന്നെ ബാധിക്കും. അതപ്പോൾ തന്നെ അവിടുന്ന് തെറിപ്പിച്ച് കളയുക. അതായത് വന്ന ആളിലേക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് പോട്ടെ, നമ്മുടെ മനസ്സിനകത്തൊന്നും വരാതിരിക്കുക. അവൻ്റെ ഒരു കാര്യമില്ലായ്മ അല്ലെങ്കിൽ അവിവേകം എന്നുള്ള രീതിയിൽ തള്ളിക്കളയുക. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിനകത്ത് തന്നെ അടിഞ്ഞുകൂടി, നിങ്ങൾ പറയുന്നത് പോലെ ചെളിക്കട്ടികൾ അടിഞ്ഞുകൂടി അത് നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിയുന്നതും ചീത്ത വാക്കുകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ അവിടുന്ന് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് കളയുക. നമുക്ക് അറിയാമല്ലോ, എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് പ്രകൃതിയിലേക്ക് പോകും. പ്രകൃതിക്ക് വിട്ടുകൊടുക്കുക. ഇല്ലാതെ നിങ്ങളുടെ മനസ്സിൽ കുമിഞ്ഞി കൂടേണ്ടതല്ല ഈ വൃത്തികെട്ട വാക്കുകളും അതുപോലെയുള്ള പ്രവൃത്തികളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ലോകത്തുള്ള ഓരോന്നിനും, ഓരോ ജീവിക്കും ജീവനുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഒരു ബുച്ചർ ഷോപ്പിലേക്ക് മറ്റും പോകുമ്പോൾ നമ്മളൊരു കോഴിയെ വെട്ടി വാങ്ങുകയാണ്. ആ കോഴിയുടെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടോ? പേടിയാണതിന്. ആ കോഴിയുടെ കണ്ണിലാകെ ഭയമായിരിക്കും. അപ്പോൾ എന്തോ തനിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്തയിലാണ് ആ കോഴി ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ആട്, എന്തുമാകട്ടെ. അപ്പോൾ ആ ഒരു പേടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസാണ് സ്ട്രെസ് ഹോർമോൺസ്, സ്റ്റീറോയിഡ്സ്. അതായത് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും അതുപോലെ തന്നെ കോർട്ടിക്കോസ്റ്റീറോയിഡും മറ്റും. ആ സ്റ്റീറോയിഡ് ആ കോഴിയുടെ അല്ലെങ്കിൽ ആ ജീവിയുടെ ശരീരത്തിൽ വളരെയധികം കൂടുകയും ആ സമയം അതിൻ്റെ ചിന്തകൾ വളരെ പേടിയുള്ളതാകുകയും ചെയ്യും. ആ ചിന്തകൾ നമ്മളിലേക്ക് വരാം. നമ്മൾ വാങ്ങുന്ന നമ്മളിലേക്കും ആ ചിന്തകൾ വരാം. അത് ഭക്ഷിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിനകത്തും ഇത്തരം സ്ട്രെസ് ഹോർമോൺസിൻ്റെ പ്രസൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹോർമോണൊന്നും കുത്തിവെക്കണമെന്നില്ല. ഒരു ജീവിയെ ഉപദ്രവിക്കുമ്പോൾ നമ്മുടെ ഒരു കൈ മുറിഞ്ഞാൽ നമ്മൾ എത്ര വേദനിക്കും. അപ്പോൾ കഴുത്ത് മുറിച്ചും ഒക്കെ കൊല്ലുമ്പോൾ അതിനെന്ത് വേദനയായിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തുകൾ വരെ, നമ്മുടെ ഹിന്ദു മതത്തിൽ പോലും ഉപനിഷത്തിൽ ജ്ഞാനയോഗം അല്ലെങ്കിൽ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുന്നത് ഒരു ഇറച്ചി വെട്ടുകാരനാണ്. അയാളിൽ നിന്നാണ് ഒരു ഉപനിഷത്ത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ
ആ ഉപനിഷത്തിൽ ഇറച്ചി വെട്ടുകാരൻ എങ്ങനെ ജ്ഞാനിയായി എന്ന് നമുക്ക് തോന്നാം. പക്ഷെ അയാളുടെ ജീവിത വൃത്തിക്ക് വേണ്ടിയാണ് അയാൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഇതൊന്നും ചെയ്യാൻ പാടില്ല, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല, വെജ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന്? പക്ഷേ അതേസമയം നമുക്ക് കഴിയുന്നതും കുറയ്ക്കുക, ഉപയോഗം കുറയ്ക്കുക. അയാളുടെ ജീവിതമാർഗം അതാണ്. അപ്പം നമ്മളത് അടച്ചു നിർത്തുകയല്ല വേണ്ടത്, അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഒരു മാസം നിങ്ങൾ അതിൻ്റെ ഉപയോഗം കുറച്ച് നോക്കൂ. നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ ശരീരത്തിലും വരുന്ന വ്യത്യാസം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ആർക്കും പറ്റാറില്ല, എനിക്ക് പറ്റാറില്ല. നോൺ വെജ് അല്പമൊക്കെ ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നം. അപ്പം ഞാൻ ആ നിലയിലൊന്നും എത്തിയിട്ടില്ല. എന്നാലും കഴിയുന്നത് മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കാതിരിക്കുക, പ്രത്യേകിച്ചും നിങ്ങളുടെ സഹജീവികളെ, മനുഷ്യരെ. ശാരീരികമായിട്ടുള്ള ഉപദ്രവം മാത്രമല്ല, അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മാനസികമായിട്ടുള്ള ഉപദ്രവം. ഒരാളെ പരിഹസിക്കുക, അയാൾക്ക് എന്തെങ്കിലും തെറ്റുണ്ടാവും, എല്ലാവരുടെയും മുൻപ് വെച്ച് അയാളെ കളിയാക്കുക. അയാളുടെ വ്യക്തിത്വം എത്രമാത്രം ചോർന്നു പോകുന്നതായിട്ട് അയാൾക്ക് തോന്നും. ആ നിമിഷം അയാൾ ഭൂമി താഴെ പോയെങ്കിൽ എന്ന് വിചാരിക്കും, അല്ലേ? അതിനൊന്നും ഇടയാക്കാതിരിക്കുക. അയാളുടെ വിഷമം എന്തായാലും അത് നിങ്ങളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് തന്നെ കഴിയുന്നത്രയും മറ്റുള്ളവർക്ക് വിഷമിപ്പിക്കാതെ സ്വന്തം മനസ്സുകൊണ്ട് നല്ലതെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. ഇനി ഒരാളിനോട് ഉപദേശം കൊടുക്കണം, നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അയാളെ പതുക്കെ വിളിച്ച് സൗമ്യമായിട്ട് സംസാരിക്കാമല്ലോ. അതല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓഫീസിൽ ചെന്നാലും, നമ്മളുടെ സൊസൈറ്റിയിലാണെങ്കിലും, അതുപോലെയല്ല നമ്മളൊരു ഫാമിലിയിലാണെങ്കിൽ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഷൗട്ട് ചെയ്യുക എന്നുള്ളത് പലരുടെയും പ്രവൃത്തിയാണ്. അത് മറ്റൊരാളിനെ എങ്ങനെ വേദനിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഇത് യങ്സ്റ്റേഴ്സിനും കൂടെ വേണ്ടിയാണ്. ഇന്നത്തെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന അവർ ഭയങ്കര അഗ്രസീവും അങ്ങനെയുള്ള ആൾക്കാരാണ്. എന്താ കണ്ടാണെന്നറിയില്ല, അവരാണ് വലുത്, അവരാണ് ഈ ലോകം ഭരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവരുടെ ഉള്ളിലൊന്നും കാണില്ല. ഇൻ്റലിജൻസ് ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ വല്ല AI കൊടുക്കുന്നതോ അല്ലെങ്കിൽ ChatGPT-യിലൂടെ കിട്ടുന്നതായിട്ടുള്ള വിജ്ഞാനം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അവരെന്തൊക്കെയാണ്, അവർ സംസാരിക്കുന്നത് പോലെ ഒരു മംഗ്ലീഷ് ഭാഷയിലായിരിക്കും, അവരുടെ വേഷവിധാനങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ നല്ലത് തന്നെയാണ്, കാലത്തിനൊത്ത് മാറണം. പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നവരോട് സംസാരിക്കുമ്പോൾ, അവർ കഴിഞ്ഞ ജനറേഷനാണെന്നും അവരുടെ മനസ്സിനെ ഹർട്ട് ചെയ്യാൻ പാടില്ല എന്നും ഓർക്കുക. ഒരമ്മ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ഒരു തുള്ളി മുലപ്പാലിൻ്റെ രുചി അതെങ്കിലും ഓർക്കൂ. നിങ്ങളുടെ അമ്മയുടെ ശരീരം മുഴുവൻ വിങ്ങിപ്പൊട്ടിയായിരിക്കും, ശരീരത്തിലെ ഓരോ അണുവും ഓരോ കോശവും വിങ്ങിപ്പൊട്ടിയായിരിക്കും നിങ്ങളെ ഭൂമിയിലേക്ക് അവർ കൊണ്ടുവരുന്നത്. അവർ അനുഭവിക്കുന്ന വേദന പ്രസവ വേദനയോളം വലുതൊന്നും ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ആ വേദന അവരനുഭവിച്ചിട്ടും നിങ്ങളെ മുഖം കാണുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും. ആ വേദന മുഴുവൻ മറക്കും, അല്ലേ? അതുകൊണ്ട് ആ അമ്മയോട് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെ വളർത്തി കൊണ്ടുവന്ന, നിങ്ങളെ കുറച്ച് വിജ്ഞാനമെങ്കിലും നിറപ്പിച്ച നിങ്ങളുടെ അച്ഛനോടും അല്ലെങ്കിൽ മുത്തശ്ശന്മാരോടും നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക. അവർ ചിലപ്പോൾ നല്ലതൊന്നും ആയിരിക്കില്ല, എങ്കിൽ പോലും നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണം അവരാണ്. അപ്പോൾ അവരെ മനസ്സ് ഹേർട്ട് ചെയ്യാതിരിക്കുക. ഇതെല്ലാം എന്ത് പറയാനാ? ഇതൊന്നും ആരുടെയും ചെവിയിൽ കേൾക്കില്ല, ഇതെനിക്കറിയാം. ഞാനിത് വെറുതെ പറയുന്നതാണ്. ഞായറാഴ്ച രാവിലെ വന്ന് ഇവിടെ നിന്നിട്ട് കുറച്ച് വാചകം അടിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മുടെ ഈ ലോകത്തിന് അത്യന്താവശ്യമാണ്. അഗ്രസീവ്നെസ് എവിടെ ഉണ്ടാകുന്നു അവിടെ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ 4 പേർ 4 രീതിയിൽ ചിന്തിക്കുന്ന ഒരു വീട് വിഘടിച്ചു പോകും, ഒരു സൊസൈറ്റി വിഘടിച്ചു പോകും. നമുക്ക് യൂണിറ്റി വിത്ത് ഹാർമണി, അതാണ് നമുക്ക് വേണ്ടത്. അതെല്ലാവരും വിശ്വസിക്കണമെന്നില്ല. വിശ്വസിക്കുന്നവരും അതിൽ പറ്റുന്നവരും അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ ഞാനീ പറയുന്ന വാക്കുകൾ കേൾക്കാതിരിക്കുക, കേട്ടത് തള്ളിക്കളയുക. ഓക്കെ.